ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം. നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത്. അപ്പം നമ്മൾ പലരും ഇതുപോലെ എണ്ണയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട്. അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി നല്ലപോലെ കറുത്ത് വരുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്ത് വരുമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മുടി കറുക്കാനും മുടി വളരാനും ഉള്ള ഒരു ഹെയർ ഡേ ആണ്. അത് നാച്ചുറലായിട്ടുള്ള ഒരു കെമിക്കലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമ്മളിന്ന് പപ്പരങ്ങ ഇല വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രുചികരവും അതുപോലെ പോഷകഘടകങ്ങൾ അടങ്ങിയതുമാണ് പപ്പരങ്ങ അല്ലെങ്കിൽ പപ്പായ എന്ന് പറയും. പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഇലയ്ക്കും ഇരട്ടി ഗുണങ്ങളാണ് ഉള്ളത്. പോഷക ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കറിയാം, രക്തത്തിലെ പ്ലേറ്റ്ലേറ്റിൻ്റെ കൗണ്ട് കൂട്ടാനൊക്കെ ഈ പപ്പായ ഇല സഹായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല, ഷുഗറും ദഹന പ്രക്രിയയും അതിനൊക്കെ നമ്മൾ ഈ പപ്പായ ജ്യൂസ് ഏറ്റവും നല്ലതാണ് നമ്മൾ ഉള്ളിലേക്കൊക്കെ കഴിക്കുന്നത് കേട്ടോ. മാത്രമല്ല, നമ്മളുടെ മുടിക്കും ഏറ്റവും നല്ലതാണ്. നമ്മളുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കൂടുമ്പോഴാണ് മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറും. അപ്പോൾ ഇന്നതേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പപ്പരങ്ങ എടുത്തിട്ട് വെറും 1 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഒരു ഹെയർ ഡേയും ഇനി വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, അതായത് കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടി കറുത്ത് തന്നെ ഇരിക്കുന്ന ഒരു ഹെയർ ഡൈ, അത് നാച്ചുറലായിട്ടുള്ള ഈ പപ്പരങ്ങ ഇല കൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം. കുട്ടികൾ പോലും അകാല നരയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കടയിൽ നിന്നൊക്കെ നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ നമ്മൾ ഡൈ വാങ്ങി തേച്ച് അപ്പോൾ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലവരുടെ മുടി ഇതുപോലെ തന്നെ ഫുള്ള് നരച്ചിട്ടുണ്ടാവും. എന്നാലും ചിലവരുടെ മുടി കുറച്ച് ഭാഗമേ നരച്ച് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ്. അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഇല തന്നെയാണ് പപ്പരങ്ങ ഇല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പപ്പരങ്ങ ഇല കൊണ്ട് നമുക്ക് ഡൈ മാത്രമല്ല, ഹെയർ ജ്യൂസും ഏറ്റവും നല്ലതാണ്. നമുക്ക് നമ്മുടെ ശരീരത്ത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കൂടുമ്പോഴാണ് മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ആൻറ്റി ഓക്സിഡേറ്റ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലെ താരനൊക്കെ മാറാനായിട്ട് ഈ ഒരു ഹെയർ ജ്യൂസ് മതിയെ. അപ്പോൾ മുടി ഇതുപോലെ തന്നെ തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഒറ്റ ഹെയർ ജ്യൂസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഫേസ് പാക്കിന് വരെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളൊക്കെ മാറ്റി നമുക്ക് മുഖം നല്ല വെട്ടിത്തിളങ്ങാനായിട്ട് ഈ ഒരു ഐസ് ക്യൂബ് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ പപ്പായ ഇല കൊണ്ടുള്ള ജ്യൂസ് കേട്ടോ. അപ്പോൾ ദഹന പ്രശ്നത്തിനും അതുമാത്രമല്ല നമ്മളുടെ മുടിക്കും ഏറ്റവും നല്ലതാണ്. അപ്പം മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ ഈ ഒരൊറ്റ ജ്യൂസ് മതി നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഇല നല്ലപോലെ തന്നെ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയിൽ അരക്കുമ്പം പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് 2-3 കൂമ്പ് കേശവർദ്ധിനിയുടെ ഇല കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതാണ്, നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇല തന്നെയാണ്. പിന്നെ ഒരു തണ്ട് നമ്മളുടെ മുരിങ്ങയില കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടെ ആവശ്യത്തിന് അരയാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴമ്പ് പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ലൊരു തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം, എന്നാൽ ആ ജ്യൂസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ നാരുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാവേ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒറ്റ ജ്യൂസ് മതി നമ്മളുടെ മുടിക്കായാലും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനാണെങ്കിലും ഒക്കെ നമ്മളുടെ ഫേസ് പാക്കിനാണെങ്കിലും ഒക്കെ ഈ ഒരൊറ്റ ജ്യൂസ് മതി. അത്രയ്ക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ പപ്പരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇല അതിൻ്റെ ഗുണങ്ങൾ പലർക്കും അറിയത്തില്ല. അപ്പോൾ അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ ഹെൽത്തിന് കേട്ടോ ഈ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്. സ്ക്വയർ ടൈപ്പിലുള്ള ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മുക്കി വെക്കണം കേട്ടോ. ഈ തുണിയൊന്ന് മുക്കി വെക്കണം, എന്നാലേ അതിൻ്റെ ആ ഗുണങ്ങളും ആ കളറും എല്ലാം തന്നെ അതിൽ ആ തുണിയിൽ പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ തന്നെ ആ തുണിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കത്തിച്ച് കരിയാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അതിനാണ് നമ്മളിത് മുക്കിയിട്ട് നല്ലപോലെ ഉണക്കിയെടുക്കുന്നത്.
അപ്പോൾ നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്കൊരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നൈസായിട്ടുള്ള തുണിയാണല്ലോ, അപ്പോൾ കോട്ടൺ തുണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ചുരുട്ടി ഒന്ന് കത്തിക്കേണ്ടതാണ്. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മളുടെ തുണിയൊക്കെ ഉണങ്ങിയ ശേഷം കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള കരിഞ്ജീരകം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ്, മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഇത് ഇട്ട് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആവണക്കെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ നമ്മളുടെ കേശവർദ്ധിനി ഹെയർ ഓയിൽ നമുക്കുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്ത് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും. ഇതാണ് കേശവർദ്ധിനി എന്ന് പറയുന്നത്. ഇത് മുടി വളരാനും അതുപോലെ തന്നെ താരം പോകാനും മുടി കൊഴിച്ചിൽ മാറാനും അകാലനര മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 100 ml കൊറിയർ ചാർജ് ഉൾപ്പെടെ 250 രൂപയാണ്. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് മുടിക്ക് ഏറ്റവും നല്ലതാണ് കേശവർദ്ധിനി ഹെയർ ഓയിൽ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഒഴിച്ച് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതായത് കേശവർദ്ധിനി ഹെയർ ഓയിൽ ഞാൻ ഒഴിക്കുമ്പോൾ നമുക്ക് ഇരട്ടി എഫക്റ്റീവാണ് കിട്ടുന്നത്. അതൊക്കെ മൊത്തം ഞാൻ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അതായത് കത്തിച്ച ശേഷം ഒരു പ്ലേറ്റ്, ഇതുപോലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റ് അതിൻ്റെ പുറമേ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ കാര്യം മൊത്തം ആ പ്ലേറ്റിൽ സ്പ്രെഡായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കത്തിച്ച് കൊടുത്ത ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള 2 കല്ലുകളോ വെച്ചിട്ട് നടുക്കായിട്ട് ഈ പാത്രം വെച്ച് അതിൻ്റെ പുറമെ ആ പ്ലേറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി, ആ ഇഷ്ടികയിൽ കേട്ടോ. അപ്പോൾ ആ പുകയെ മൊത്തം പുകഞ്ഞ് ആ കരി മൊത്തം ആ പ്ലേറ്റിൽ സ്പ്രെഡായ ശേഷം നമുക്ക് ആ കരി കളക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കരി എടുത്ത് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കാം. വെറും 1 മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കാം. ഇപ്പോൾ ഇതേ നമ്മളുടെ ആ പ്ലേറ്റിൽ മൊത്തം കരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു മുടി കറുക്കുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ്, വെറും 1 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു ചട്ടകം വെച്ച് എല്ലാം ഒന്ന് ഇളക്കിയെടുക്കാവേ. അപ്പോൾ ഇത് നമ്മളുടെ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചാലിച്ച് നമ്മളുടെ നരയുള്ള ആ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ. ഇപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഹെയറിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മളുടെ കേശവർദ്ധിനിയുടെ ഹെയർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ എണ്ണ വേണ്ടവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതിയെ. അപ്പോൾ അത് ഞാൻ ചാലിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നരയുള്ള ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ പുരട്ടുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ. അപ്പോൾ ചിലരുടെ മുടി ഫുള്ള് നരച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കുറച്ച് ഭാഗം മാത്രം നരച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ അമ്മയുടെ മുടിയാണ് ഈ ഇടഭാഗത്ത് മാത്രമേ നരച്ചിട്ടുള്ളൂ. അമ്മ പണ്ട് തൊട്ടേ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ തേക്കുന്നത് കൊണ്ട് തന്നെ അധികം നരച്ചിട്ടുമില്ല. ഉള്ള മുടി തന്നെ നല്ല തന്നെ തിക്കായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ മുടി സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്കാപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നീലയാമരിപ്പൊടി. അതും രണ്ടും ഫ്രഷ് ആയിട്ടുള്ള പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ അളവിൽ ഒരേ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പരങ്ങയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ആവശ്യത്തിന് ഒഴിച്ച് നല്ലപോലെ തന്നെ ഒരു തിക്കായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് നിങ്ങൾ ഒഴിക്കാവുള്ളൂ, ഒറ്റയടിക്ക് തന്നെ കുറേ ഒഴിക്കരുത്. അപ്പോൾ നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചൊക്കെ ഇറങ്ങും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ച ശേഷം നമുക്കിത് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. ഒത്തിരി നമ്മുടെ കൂടി പോരുത് വെള്ളവേ. ഞാൻ നല്ല തിക്കായിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മളുടെ ജ്യൂസ്. അപ്പോൾ ഇനി ബാക്കി ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കളയരുത് കേട്ടോ. അത് നമുക്ക് വെച്ചാൽ നമുക്ക് ഫേസ് പാക്കിനൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ ആ ചട്ടിയിലിരുന്ന് നമുക്കൊന്ന് കറുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ബാക്കി ഇത്രയും ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്താൽ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഹെയർ ഡൈ തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കെമിക്കലും ഒന്നുമില്ല, ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയെ. അപ്പോൾ നല്ലപോലെ തന്നെ കറുത്ത് കിട്ടും. അപ്പോൾ പപ്പരങ്ങ ഇല കൊണ്ടുള്ള ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നരയുള്ള ഒരു ഹെയറിൽ ഇതുപോലെ തന്നെ ഒരു ബ്രഷ് വെച്ച്, ബ്രഷോ കയ്യിലോ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ എടുക്കത്തില്ല, കാരണം കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പേടിയായിരിക്കും. ഇത് ധൈര്യമായിട്ട് തന്നെ കൈ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ തേച്ച് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. മുടിയെല്ലാം തന്നെ കറുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീശയിലൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി നമുക്ക് ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു ഐസ് ട്രേയിൽ നമുക്കിതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ.
അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രീസ് ചെയ്താൽ നമ്മളുടെ പപ്പായ കൊണ്ടുള്ള ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുഖത്ത് റബ്ബ് ചെയ്ത് കൊടുത്താൽ കുരുക്കളും പാടുകളൊക്കെ പോയി മുഖം നല്ല വെട്ടിത്തിളങ്ങുമേ. അപ്പോൾ പപ്പായ കൊണ്ടുള്ള ജ്യൂസും നല്ലതാണ്. അസിറ്റോജിൻ എന്ന സമയത്തുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ എല്ലാം മാറി കിട്ടും.